IT വ്യവസായി വേണുഗോപാലകൃഷ്ണൻ പ്രതിയായ ലൈംഗിക പീഡന പരാതിയിൽ അസാധാരണ നീക്കവുമായി സുപ്രീംകോടതി. കേസ് മധ്യസ്ഥതയിലൂടെ തീർത്തുകൂടെയെന്ന് ജസ്റ്റിസ് BV നാഗരത്ന ചോദിച്ചു. വേണുഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ അസാധാരണ നടപടി. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അരവിന്ദ്, ലൈംഗിക പീഡന പരാതിയൊക്കെ ഒത്തുതീർത്തൂടെയെന്ന് കോടതി ചോദിക്കുന്നത് എങ്ങനെയാണ് വിചിത്രമായ നടപടിയിലേക്ക് കോടതി കടന്നത്? നഫുൾ IT വ്യവസായി വേണുഗോപാലകൃഷ്ണന്റെ എതിരായ ലൈംഗിക അതിക്രമ പരാതിയിലാണ് സുപ്രീം കോടതിയുടെ ഒരു അസാധാരണ നടപടി ഉണ്ടായിരിക്കുന്നത്. ആ കേസിന്റെ കാര്യങ്ങളും സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഇതൊരു മധ്യസ്ഥത്തിലൂടെ പരിഹരിച്ചൂടെ എന്നതാണ് സുപ്രീം കോടതി ഇപ്പോൾ അതിജീവിതയോട് ആരാഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കേസ് ഇപ്പോൾ സുപ്രീം കോടതി മീഡിയേഷന് വിട്ടിരിക്കുകയാണ്. മീഡിയേഷനായിരിക്കും ഇനി ഇതിൽ ഒരു മധ്യസ്ഥത വഹിക്കുക. ഈ മാസം 7-ന് ഈ രണ്ടുപേരോടും, അതിജീവിതയോടും അതുപോലെ തന്നെ വേണു ഗോപാലകൃഷ്ണനോടും ഓൺലൈനായി ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമാനമായ നമുക്കറിയാം, മുൻപ് നടന്ന ലൈംഗിക അതിക്രമ കേസുകളിലൊന്നും ഇത്തരം ഒരു നടപടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. ജസ്റ്റിസ് BV നാഗരത്നയുടേതാണെന്ന് ഒരു ചോദ്യം ഉണ്ടാവുകയും പിന്നാലെ ഒരു മധ്യസ്ഥതയ്ക്ക് വേണ്ടി സുപ്രീം കോടതി മീഡിയേഷന് വിടുകയും ചെയ്തത്. വേണുഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ആദ്യം ഒരു ഹണി ട്രാപ്പ് ആയിട്ടാണ് ഈ കേസ് വരുന്നത്. പിന്നീട് കേസിൽ തുടർ അന്വേഷണം നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അതിക്രമം ഈ പരാതി ഉന്നയിച്ച്, അല്ലെങ്കിൽ ആദ്യത്തെ കേസിൽ പ്രതിയായ യുവതിക്ക് നേരെ ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിയുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണുഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കുകയും ചെയ്തത്. ഹൈക്കോടതി ജാമ്യം നൽകാൻ വിസമ്മതിച്ച സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ തേടി സുപ്രീം കോടതിയിലെത്തുകയും നേരത്തെ സുപ്രീം കോടതി അറസ്റ്റ് തടയുകയും എല്ലാം ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ഈ കേസ് വീണ്ടും പരിഗണനയ്ക്ക് വന്നപ്പോഴാണ് വിചിത്രമായ ഒരു നടപടി ഉണ്ടായത്. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.